ഇടുക്കിയിലെ കടുവപ്പാത എന്ന സ്ഥലത്ത് അവിടെ ദേശീയപാതയിൽ മണ്ണിടിച്ചിലുണ്ടായിട്ടുണ്ട്. പലയിടത്തും റോഡുകളൊക്കെ മണ്ണിടിഞ്ഞ് ഗതാഗതം തടസ്സപ്പെട്ടിരിക്കുന്ന അരുൺ ശങ്കർ അവിടെ വന്ന് ചേരുന്നു. അരുൺ, വലിയ അളവിൽ മണ്ണ് അടിഞ്ഞുകൂടി കിടക്കുകയാണോ? വേഗത്തിൽ ഗതാഗതം പുനഃസ്ഥാപിക്കാൻ കഴിയുന്ന അവസ്ഥയാണോ? മഴയുണ്ടോ? താൽക്കാലികമായിട്ട് കടുവപ്പാറയിൽ ഗതാഗതം പുനഃസ്ഥാപിച്ചിട്ടുണ്ട്. ഇത് കൊട്ടാരക്കര ദിണ്ടുക്കൽ ദേശീയപാതയാണ്. മുണ്ടക്കയത്തിനും അതോടൊപ്പം തന്നെ മുണ്ടക്കയത്തിൽ നിന്ന് മുകളിലേക്ക് കയറി പോകുമ്പോൾ ഉള്ള സ്ഥലമാണിത്. അവിടെയാണ് ഇന്ന് പുലർച്ചെ ഏകദേശം അർദ്ധരാത്രി കഴിഞ്ഞ് 2 മണിയോട് കൂടിയാണ് ഈ ഉരുൾപൊട്ടലുണ്ടായി ഈ ഭാഗത്ത് മുഴുവൻ ഒരാൾ പൊക്കത്തിൽ മണ്ണ് വന്ന് മൂടിക്കിടക്കുകയായിരുന്നു. അല്പസമയം മുമ്പാണ് ഈ മണ്ണ് നീക്കം ചെയ്ത് വണ്ടികൾ കടന്നു പോകാൻ പറ്റുന്ന അവസ്ഥയിലേക്ക് കൊണ്ടുവന്നത്. വലിയ രീതിയിലുള്ള പാറക്കല്ലുകൾ താഴേക്ക് വന്ന് പതിച്ചിട്ടുണ്ട്. അത് മാത്രമല്ല, ഈ പ്രദേശത്തെ വൈദ്യുതി ബന്ധം പൂർണ്ണമായിട്ടും തകരാറിലായിട്ടുണ്ട്. 2 ഭാഗത്തുമുള്ള പോസ്റ്റുകൾ പൂർണ്ണമായും ഒടിഞ്ഞു കിടക്കുകയാണ്. ആ പോസ്റ്റുകൾ കണ്ടു കഴിഞ്ഞാൽ തന്നെ ഈ ഉരുൾപൊട്ടലിൻ്റെ ആഘാതം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇവിടെ മാത്രമല്ല, താഴോട്ട് പോകുമ്പോഴും 1-2 സ്ഥലങ്ങളിൽ സമാനമായ മണ്ണിടിച്ചിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇത് ഇനിയും ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് ഹൈവേ വിഭാഗം അറിയിക്കുന്നത്. ഹൈവേ വിഭാഗം പറയുന്നത് യാത്രാ നിരോധനം ഈ കൊട്ടാരക്കര ദിണ്ടുക്കൽ ദേശീയപാതയിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. രാത്രി 8 മണി മുതൽ രാവിലെ 6 മണി വരെ ഒരു കാരണവശാലും ഈ വഴി യാത്ര ചെയ്യരുത് എന്നുള്ളതാണ്. പകൽ സമയങ്ങളിലാണെങ്കിൽ പോലും ആവശ്യമുണ്ടെങ്കിൽ മാത്രമേ യാത്ര ചെയ്യാവൂ എന്നുള്ളതാണ്. ചേട്ടാ, ഇവിടെ എത്ര മണിക്കാണ് ഉരുൾപൊട്ടിയത്? 2 മണിയായി. 2 മണി സമയത്ത് അമലഗിരി ഭാഗത്താണ് ആദ്യം ഉരുൾപൊട്ടിയത്. അമലഗിരിയിലെ ഉരുളെന്ന് പറയുന്നത് നല്ല വലിപ്പമുള്ള ഒരു ഉരുൾ തന്നെയാണ്. അതുപോലെ തന്നെ NH കടുവാപ്പാറ എന്ന് പറയുന്ന സ്ഥലത്താണ് ഇപ്പം നമ്മൾ നിൽക്കുന്നത്. ഇവിടെ വന്നിരിക്കുന്ന ഉരുളും വളരെ വലിപ്പമുള്ള ഒരു ഉരുൾ തന്നെയാണ് വന്നിരുന്നത്. ഇവിടെ ആയിരക്കണക്കിന് വാഹനങ്ങളാണ് ഇവിടെ നമുക്ക് കുടുങ്ങിക്കിടന്നിരുന്നത്. ഇവിടെ ഇപ്പോൾ വീടുകളും അങ്ങനെ ആൾതാമസമൊന്നും ഇല്ലല്ലോ? ഇല്ല, ഇവിടെ താഴ്ഭാഗത്ത് ആൾതാമസം എന്ന് പറഞ്ഞാൽ അങ്ങേ സൈഡിലും ഇങ്ങേ സൈഡിലും ആൾതാമസമുണ്ട്. നമുക്ക് ഈ ഉരുള് പൊട്ടിയതിൻ്റെ ഫലമായിട്ട് നമുക്ക് ആനചാരി റോഡ്, പ്രാദേശിക റോഡുകൾ നമുക്ക് ഇതിൻ്റെ താഴ്ഭാഗത്തോട്ട് പോകുന്നുണ്ട്. ആ റോഡുകളൊക്കെ നശിച്ചു കിടക്കുകയാണ്. അതുപോലെ തന്നെ പെരുവന്താനം പഞ്ചായത്തിൻ്റെ വിവിധ മേഖലകളായ പുറക്കയം, കൊയിനാട് മേഖലകളിൽ ഉരുള് പൊട്ടിയിട്ടുണ്ട്. ഇപ്പം ഇതുവഴിയുള്ള ഗതാഗതം അനുവദിക്കില്ലെന്നുള്ളതാണല്ലോ ഹൈവേ അറിയിച്ചേക്കുന്നത്. അല്ല, ഇതിനകത്ത് ഇപ്പോൾ തൽക്കാലം ഓരോ ആവശ്യങ്ങൾക്കായിട്ട് വന്ന് പെട്ടുകിടക്കുന്ന വാഹനക്കാരുണ്ട്. ഇന്ന് പെട്ടെന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ PSC എക്സാം ഉള്ളൊരു ദിവസമായിരുന്നു. അങ്ങനെ കുറേ PSC എക്സാം എഴുതേണ്ട ആളുകൾ കുടുങ്ങിപ്പോയിരുന്നു. അവരെയൊക്കെ അടിയന്തരമായിട്ട് പറഞ്ഞയച്ച് പാസ് ചെയ്ത് വിളിച്ചിട്ടുണ്ട്. പിന്നെ ഇവിടുത്തെ ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് കടകളോ മറ്റൊന്നുമില്ല, ഒറ്റപ്പെട്ടൊരു ഏരിയയാണ്. കൊച്ചു കുട്ടികളും പ്രായമുള്ളവർ ഉൾപ്പെടെ ഈ വാഹനങ്ങളിലുണ്ട്. ഭക്ഷണം, വെള്ളം, അതുപോലുള്ള ഓരോ വിഷയങ്ങൾക്ക് അവരൊക്കെ പെട്ടു നിൽക്കുക. അങ്ങനെ അടിയന്തരമായിട്ട് കുടുങ്ങിക്കിടന്ന വാഹനങ്ങൾ താഴെ നിന്നുള്ളതും മുകളിൽ നിന്നുള്ളതും പാസ് ചെയ്ത് വിടിയിച്ചിട്ടുണ്ട്. പക്ഷേ ഇനിയുള്ളത് കർശനമായിട്ട് പോലീസും NH അതോറിറ്റി എല്ലാം പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, പെരുവന്താനം പോലീസ് സ്റ്റേഷൻ്റെ ഭാഗത്ത് കർശനമായ ചെക്കിംഗ് ഉണ്ടാവും. എമർജൻസി ആയിട്ടുള്ള കേസ് മാത്രമേ അവർ കടത്തി വിടത്തുള്ളൂ, അല്ലാത്ത കേസ് തിരിച്ചവർ വിടും. അതുകൊണ്ട് ജനങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്ന് ചോദിച്ചാൽ, അത്യാവശ്യമായ യാത്രകൾ മാത്രം കഴിവതും മുണ്ടക്കയം മുതൽ കുമിളി വരെ, എക്സ്പെഷ്യലി കുട്ടിക്കാനം വരെയുള്ള ഭാഗത്ത് ചെയ്യാവുള്ളൂ. കാരണം അത് അവർക്ക് തന്നെയാണ് ഭവിഷ്യത്ത് ഉണ്ടാവുന്നത്. അതെ. തീർച്ചയായിട്ടും ഇതുവർ പറയുന്നത് കേൾക്കണം. അവിടെ തന്നെ വാഹനങ്ങളൊക്കെ ലൈറ്റ് ഇട്ട് പോകേണ്ട അവസ്ഥയാണ്. അങ്ങനെ മൂടിക്കെട്ടിയ നിലയിലാണ്. നമ്മൾ ഇടുക്കിയിലേക്ക് തന്നെയാണ് പോകുന്നത്. അവിടെ കടുവാപ്പാതയിലാണ് ദേശീയപാതയിൽ മണ്ണിടിച്ചിലുണ്ടായത്. ഭാഗികമായി ഗതാഗതം പുനഃസ്ഥാപിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ വളരെ ഇരുണ്ട് മൂടിക്കെട്ടിയ ഒരു നമ്മളെ ഭയപ്പെടുത്തുന്ന വിധത്തിലുള്ളൊരു അന്തരീക്ഷമാണ്. മഴ പെയ്യുന്നു, വെള്ളമൊഴുകുന്നു, മണ്ണ് ഇടിഞ്ഞു വീണിരിക്കുന്നു, കല്ലും മണ്ണും ഒക്കെ റോട്ടിൽ കിടക്കുന്നു. അരുൺ, ഇത് ഈ ഭാഗത്ത് മാത്രമാണോ? ഈ പാതയിൽ വേറെ എവിടെയെങ്കിലും ഇതേപോലെ മണ്ണിടിച്ചിലൊക്കെ ഉണ്ടായിട്ടുണ്ടോ? ഇതിലൂടെയൊക്കെ ഈ വാഹനങ്ങൾ കടന്നു പോകുന്നത് സുരക്ഷിതമാണോ? ഈ ഭാഗത്ത് മാത്രമല്ല, ഇത് താഴേക്ക് പോകുമ്പോൾ, അതായത് മുണ്ടക്കയത്തേക്ക് പോകുമ്പോൾ മറ്റൊരു സ്ഥലത്ത് കൂടി ഈ തരത്തിൽ ഉരുൾപൊട്ടൽ ഉണ്ടായിട്ടുണ്ട്. അവിടെയും സമാനമായ അവസ്ഥ തന്നെയായിരുന്നു. അവിടുത്തെ മണ്ണൊക്കെ നീക്കം ചെയ്ത് ഗതാഗതം പുനഃസ്ഥാപിച്ചിട്ടുണ്ട്. ഗതാഗതം പുനഃസ്ഥാപിച്ചു എന്ന് പറയുമ്പോൾ പൂർണ്ണതോതിൽ പുനഃസ്ഥാപിച്ചിട്ടില്ല. കാരണം ഇതുവഴി ഇനിയും യാത്ര ചെയ്യുന്ന ഈ ഒരു കാലാവസ്ഥയിൽ യാത്ര ചെയ്യുന്ന ഉരുൾപൊട്ടലുണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ശ്രദ്ധിച്ച് വേണം യാത്ര ചെയ്യാൻ എന്നുള്ളതാണ് പറയുന്നത്. യാത്രക്കാരൊക്കെ ഉണ്ട്. ചേട്ടാ, എത്ര നേരം ഇവിടെ വന്ന് നടക്കുന്നത്? നമ്മള് കുറെ നേരം 35 കിടന്നായിരുന്നു. അവിടെ കുറെ നേരം വണ്ടി പിടിച്ചിട്ടേക്കുമായിരുന്നു. ഇപ്പൊ കേറി വന്നതാ. ഒരു 11:30-12 ആയപ്പോ വന്നതാ. കുറെ നേരമായിട്ട് താഴെ കിടക്കുവായിരുന്നു. പാമനാർ ലോഡുമായിട്ട് പോകണ്ട. രാവിലെ മണ്ണ് ഇടിഞ്ഞോണ്ട് ഇപ്പോഴാ പോകുന്നത്. രാവിലെ എത്താണ്ട് ലോഡാ. പച്ചക്കറി രാത്രി തിരിച്ചു വരരുതെന്നാ പറഞ്ഞേക്കുന്നേ. രാത്രിക്ക് മുമ്പായിട്ട് ഇറങ്ങണം. തിരിച്ചാണ് നമ്മൾ മുണ്ടക്കയാ കട. സ്ഥിരം വരുന്നതാണോ? സ്ഥിരം വരുന്ന. എല്ലാം റിസ്ക്കാണ്.
റിസ്ക്കാണ്. സ്ഥിരം ഇതുവഴി ലോഡുമായിട്ട് പോകുന്ന ആൾക്കാർക്ക് തന്നെയാണ്. അപ്പോൾ അവർ പറയുന്നത് ഇത് റിസ്ക്കാണ്, പക്ഷേ ജീവനോപാധിയാണ്, അതുകൊണ്ടാണ് അവർ പോകുന്നത്. എന്തായാലും ഇവിടെ ഒരു ഭീഷണി നിലനിൽക്കുന്നുണ്ട്. മണ്ണിടിച്ചിൽ, ഉരുൾപൊട്ടൽ ഭീഷണി നിലനിൽക്കുന്ന മേഖലയാണ്. ഇതിൽ ഏറ്റവും കൂടുതൽ പ്രശ്നമായിട്ട് പറയുന്നത് വന്ന് പെട്ടുപോയി കഴിഞ്ഞാൽ തുടങ്ങുമ്പോൾ ഈ താമസമൊന്നുമില്ല, കടകളൊന്നുമില്ല അല്ലേ? ഇവിടെ കടകളൊന്നും ഇല്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ മുണ്ടക്കയം ടൗൺ കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഭക്ഷണ സാധനം സുലഭമായിട്ട് കിട്ടുന്നത് പറഞ്ഞാൽ കുട്ടിക്കാനം ആ ഭാഗങ്ങളിലൊക്കെ ഉള്ളൂ. ഇതിന്റെ ഇവിടുന്ന് ഒരു 12-13 കിലോമീറ്റർ ഏകദേശം ഉണ്ട്. അപ്പോൾ ഇതിന്റെ അകത്ത് നമ്മൾ പിന്നെ മറ്റ് കടകളോ മറ്റ് സംവിധാനങ്ങളോ ഈ പറയുന്ന വീടുകളോ ഒന്നുമില്ല. അപ്പോൾ എന്തെങ്കിലും ഒരു അടിയന്തര ആവശ്യം ഒരു വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിയിൽ പെട്ടുപോകും. അതായത് ഫോണിന് റേഞ്ച് ഇല്ലാത്ത ഒരു വിഷയമുണ്ട്. അതുകൂടാതെ ഫോൺ സ്വിച്ച് ഓഫ് ആയി പോയി കഴിഞ്ഞാൽ ഒന്ന് ചാർജ് ചെയ്യാനും മറ്റ് സംവിധാനങ്ങളൊന്നുമില്ല. ഇലക്ട്രിസിറ്റി പോയി. അതുപോലെ ഹെലിബറിയ വാട്ടർ ലൈൻ ഹൗസ് കണക്ഷൻ അത് മൊത്തം തകരാറായി കിടക്കുവാണ്. അപ്പം നിങ്ങൾക്ക് തന്നെ കാണാമല്ലോ, മൊത്തം അത് വാക്കുകൾ പറഞ്ഞാൽ തീരത്തില്ല, മൊത്തം തകിടം മറിഞ്ഞ് കിടക്കുകയാണ്. ഇതിപ്പോ KCB അതുപോലെ നമ്മുടെ ഈ കെ ഫോൺ കണക്ഷന്റെ ഇതുണ്ട്. നിങ്ങളൊക്കെ KCB ആണോ അതോ? അല്ലല്ല, ടെലികോം ജിയോയുടെ മൊത്തം പോയി കിടക്കും രണ്ടിടത്തും. ഇവിടെ ഒരു കട്ടുണ്ട് താഴെ. ഇതിപ്പോ എത്ര ഏരിയയിൽ ഇത് ബാധിക്കും? ഇത് ഇവിടുന്ന് വാഗമണ് ഫുള്ള് ഡൗണ്. വാഗമൺ സൈഡ് കോട്ടയം അങ്ങോട്ടേക്ക് ഫുള്ള് ഡൗണ്. ഇത് NLD ആണ്. ഇവിടെ ഇങ്ങോട്ടേക്ക് പോകണം, മധുര ലൈനാണ്. അപ്പോൾ അവിടെ ബാധിച്ചിട്ടുണ്ട്. ഇവിടുന്ന് ഈ അങ്ങോട്ടേക്ക് പ്രശ്നമില്ല. ഈ ഇവിടുന്ന് വാഗമൺ സൈഡാണ് ഫുള്ള് പോയി കിടക്കുന്നത്. എത്ര സമയം കൊണ്ട് തീർക്കാൻ കഴിയും? അത് ഞങ്ങൾ രാവിലെ 5:30 വന്നതാണ്. ഇപ്പോഴും ഇവിടെ നിൽക്കുമ്പോഴൊരു ഭീഷണിയില്ലേ? പിന്നെയില്ലേ ഭീഷണിയുണ്ട്. നമ്മുടെ ജോലി ഇതായിപ്പോയില്ലേ. ഇത് നെറ്റ്വർക്ക് ആക്കിയില്ലെങ്കിൽ അങ്ങോട്ടേക്കൊന്നും യാതൊരു ഇതുമില്ല, ആർക്കും ബന്ധപ്പെടാൻ പറ്റൂല. വാർത്താവിതരണ സംവിധാനം, അതായത് ടെലികോം സംവിധാനങ്ങളൊക്കെ തന്നെ താറുമാറായിട്ടുണ്ട്. ജിയോയുടെ ലൈനാണിത് പൊട്ടിപ്പോയിരിക്കുന്നത്. അവർ അത് പുനഃസ്ഥാപിക്കാനുള്ള ശ്രമമാണ്. രാവിലെ 5:30 മുതൽ തുടങ്ങിയ പണിയാണ്. ഇതുവരെയും അത് പുനഃസ്ഥാപിച്ചിട്ടുള്ള വാഗമൺ മേഖലയിലോട്ടൊക്കെയുള്ള ടെലികോം കണക്ഷൻസ് വിച്ഛേദിക്കപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ വാർത്താവിതരണ സംവിധാനത്തിലുള്ള പ്രശ്നങ്ങളുണ്ട്. അതോടൊപ്പം തന്നെ വൈദ്യുതി വിതരണം ഈ മേഖലയിൽ പൂർണ്ണമായിട്ടും സ്തംഭിച്ചിരിക്കുകയാണ്. ഈ ഉരുൾപൊട്ടലിൽ വൈദ്യുതി കമ്പികൾ പൂർണ്ണമായിട്ടും പൊട്ടിപ്പോയിട്ടുണ്ട്. അതൊക്കെ പുനഃസ്ഥാപിക്കാനുള്ള ശ്രമങ്ങൾ നടന്നു വരികയാണ്. പ്രതികൂല കാലാവസ്ഥ ആ ശ്രമങ്ങൾക്ക് വിഘാതം സൃഷ്ടിക്കുന്നുണ്ട്. എന്തായാലും ഈ മേഖലയിലൂടെയുള്ള യാത്ര കഴിവതും ഒഴിവാക്കുക. അടിയന്തര ആവശ്യങ്ങളുണ്ടെങ്കിൽ മാത്രം, എമർജൻസി ആവശ്യങ്ങളുണ്ടെങ്കിൽ മാത്രമേ ആളുകൾ ഈ കൊട്ടാരക്കര ദിണ്ടുകൽ ദേശീയപാത, പ്രത്യേകിച്ച് മുണ്ടക്കയം മുതൽ മുകളിലോട്ട് കുട്ടിക്കാനം വരെയുള്ള ആ മേഖലയിലേക്ക് പോകേണ്ടവർ യാത്രയ്ക്കായി തിരഞ്ഞെടുക്കാവൂ. അല്ലാത്ത പക്ഷം ഈ പ്രതികൂല കാലാവസ്ഥയെ തുടർന്ന് ഇടയ്ക്ക് കുടുങ്ങിപ്പോകാം. അതോടൊപ്പം തന്നെ മണ്ണിടിച്ചിലോ ഉരുൾപൊട്ടലിലോ പെട്ടുപോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ വീണ്ടും ഈ പ്രദേശവാസികൾ ഉൾപ്പെടെയുള്ളവർ പറയുന്നത് ഇങ്ങോട്ടേക്ക് വരരുത്. കാരണം ഇതിനിടയിൽ കുമളിക്കും കുട്ടിക്കാനത്തിനും ഇടയിൽ പെട്ടുപോയി കഴിഞ്ഞാൽ സഹായിക്കാൻ പോലും ആരും ഉണ്ടാകില്ല. വീടുകളും കടകളും ഒക്കെ കുറവായിരിക്കും. അതുകൊണ്ട് ഒരു കാരണവശാലും അത്യാവശ്യമില്ലാത്ത കാര്യങ്ങൾക്കായിട്ട് ഈ വഴി തിരഞ്ഞെടുക്കരുത് എന്നുള്ളതാണ്. ഈ ഒരു കാലാവസ്ഥ മാറിയതിനു ശേഷം മാത്രമേ രാത്രി കാലങ്ങളിൽ ഇങ്ങോട്ടേക്ക് വരാകൂ. നിലവിൽ തന്നെ ദേശീയപാത അതോറിറ്റി അറിയിച്ചിരിക്കുന്നത് രാത്രി 8 മണി മുതൽ പുലർച്ചെ 6 മണി വരെ പൂർണ്ണമായിട്ടും ഗതാഗതം തടയും എന്നുള്ളതാണ്. ഇന്ന് പുലർച്ചെ ഒരു 2 മണിയോട് കൂടിയാണ് ഈ ഉരുൾപൊട്ടൽ ഉണ്ടാവുകയും ഇത്തരത്തിൽ റോഡ് ഗതാഗതം തടസ്സപ്പെടുകയും ചെയ്തിരിക്കുന്നത്. ഇപ്പോഴും പുനഃസ്ഥാപിച്ചിട്ടുണ്ടെങ്കിൽ പോലും പൂർണ്ണമായ തോതിൽ വാഹനങ്ങൾ കടത്തിവിടുന്നില്ല. ശരി, അരുൺ ശങ്കർ പറഞ്ഞ ആ കാര്യമാണ് പ്രേക്ഷകർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. അത്യാവശ്യമല്ലാത്ത യാത്രകൾ ഇത്തരം വഴികളിലൂടെയുള്ളത് ഒഴിവാക്കുക. ഇത് മാത്രമല്ല, മലയോര മേഖലയിലൂടെ അല്ലെങ്കിൽ മണ്ണിടിച്ചിൽ സാധ്യതകളുള്ള ഇടങ്ങളിലൊക്കെ ഇവിടെയൊക്കെ ആൾ താമസമൊക്കെ വളരെ കുറവാണ്. രാത്രിയിലൊക്കെ പോയി എന്തെങ്കിലും ഒരു അപകടം സംഭവിച്ചാൽ ഒന്ന് എത്തിച്ചേരാൻ പോലും ആളുണ്ടാവില്ല. അതുകൊണ്ട് അത്തരം യാത്രകളൊക്കെ ഒഴിവാക്കുക. ഈ കാലാവസ്ഥയൊക്കെ ഒന്ന് ശരിയായ ശേഷം നമുക്ക് നമ്മുടെ സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങി വരാം. എന്തായാലും നിലവിൽ കേരളത്തിൽ 9 ജില്ലകളിൽ റെഡ് അലർട്ടാണ്. എല്ലായിടങ്ങളിലും തന്നെ മഴയുണ്ട്. രാവിലെ മുതൽ കുറച്ചിടത്തൊക്കെ മഴ കുറഞ്ഞു എന്നതാണ് ആശ്വാസം. നാളെ നിലവിൽ ചിലയിടത്ത് യെല്ലോ അലർട്ടാണ്. അങ്ങനെ റെഡ് അലർട്ടിലേക്ക് ഇതുവരെ പോയിട്ടില്ല എന്നത് നാളെ കനത്ത മഴ ഉണ്ടാകില്ല എന്ന ഒരു പ്രതീക്ഷയിലിരിക്കാം.